അപ്പോൾ നമ്മൾ വാരണാസിക്ക് പോവുകയാണ് രാവിലെ. കാശി വിശ്വനാഥ ടെമ്പിൾ കാണണം. അപ്പോൾ നമ്മൾ കാർ എടുക്കുന്നില്ല, ഒരു ഓട്ടോ എടുത്താണ് പോകുന്നത്, ഇലക്ട്രിക് ഓട്ടോ. ഇവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ട് കേട്ടോ. ഇത് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടാണിത്. കുട്ടികൾ പോകുന്നുണ്ടാ. വാരണാസിയിലെ കേന്ദ്രീയ വിദ്യാലയമാണ്. ആർമി കൻ്റോൺമെൻറ്റിന് അകത്തുള്ളതാണ്. ഇതാണ് സ്കൂള്. ഇതാ സ്കൂൾ കണ്ടോ, അടിപൊളി സ്കൂള്. ഇത്തരം തിരക്കുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മുടെ കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഓട്ടോ പിടിച്ച് വരുന്നതാണ് സേഫ്. കാരണം ഓട്ടോക്കാരും അതുപോലെ തന്നെ ഈ ബൈക്കുകാരും ലെഫ്റ്റും റൈറ്റും നമ്മൾ ഓവർടേക്ക് ചെയ്യും. നമ്മൾ ചെറിയ തട്ടലോ മുട്ടലോ സംഭവിച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഊരിപ്പോരാൻ വലിയ പാടാ. നഗരം ഉണരുന്നതേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തിരക്കാണ് രാവിലെ. സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞു. ഇത് മാർക്കറ്റാണ് കേട്ടോ, മാർക്കറ്റ്. പച്ചക്കറി, റോഡ് സൈഡിലാണ് മാർക്കറ്റ്. ഒരു ബഹളം തന്നെ ഇവിടെ, ഹോണടിയോട് ഹോണടി. നമ്മൾ ഇലക്ട്രിക് ഓട്ടോയിൽ വന്നിട്ട് ഒരു ജംഗ്ഷനിൽ ഇറങ്ങി. അതുവരെ വണ്ടി വിടൂ, ഭയങ്കര തിരക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല അത്രേ. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. അവിടെ ബോർഡ് കണ്ടു, കാശി വിശ്വനാഥ മന്ദിർ ലെഫ്റ്റ്. നമ്മൾ മറ്റൊരു വഴിയിലേക്ക് കയറി. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾ നമ്മളങ്ങ് വളയും. പിന്നെ ടെമ്പിൾ ഗൈഡെന്ന് പറഞ്ഞിട്ടും, അതുപോലെ റിക്ഷക്കാർ, ഓട്ടോക്കാർ, അതുപോലെ ഭിക്ഷ എടുക്കുന്നവരൊക്കെ നമ്മളെ അങ്ങ് പൊതിയും. നമ്മളെ തോണ്ടി വിളിക്കും, തൊട്ട് തോണ്ടി വിളിക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. പൂജാദ്രവ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മാല, ഈ ജമന്തിപ്പൂ കൊണ്ടുള്ള സാധനങ്ങൾ, പൊരി, മലര്, കർപ്പൂരം. ഭയങ്കര തിരക്കാണ് കേട്ടോ, രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഇവിടെ റോഡ് സൈഡിൽ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. എൻട്രി ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇതാണ് വാതിൽ. ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കടന്നു 2-3 ഗേറ്റുകളുണ്ട്. ഇവിടെ ഇങ്ങനെ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ ഇവിടെ കടകളിൽ നമുക്ക് സാധനങ്ങളൊക്കെ, നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിക്കാം. പകരം അവരുടെ കടയിൽ നിന്നും ഈ പൂക്കൾ, പൂജാദ്രവ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ മതി. ഇവിടെ ഫ്രീ ഷൂ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഫ്രീ ഷൂ സ്റ്റാൻഡ്, പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. ഇതിലാണ് നമ്മൾ അകത്തേക്ക് കിടക്കാൻ പോകുന്നത്. ഭയങ്കര തിരക്കാണ് കേട്ടോ.
നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രം കണ്ടിറങ്ങി. 1 മണിക്കൂർ ക്യൂ ആയിരുന്നു കേട്ടോ. 1 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമ്മൾ കണ്ടിറങ്ങിയത്. അകത്ത് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഘട്ടിലേക്ക് പോവുകയാണ്, അതായത് ഗംഗാ തീരത്തേക്ക് പോവുകയാണ്. ഇതുപോലുള്ള ചെറിയ ഗലികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ പല പല വഴികളുണ്ട് അവിടേക്ക് പോകാൻ. ഈ കൊച്ചു കൊച്ചു ഇടവഴികൾ, അവിടെ വലിയ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് ഗലീസ് എന്നറിയപ്പെടുന്നത്. വലിയ വലിയ നഗരങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. ഉൾപ്രദേശങ്ങളിൽ ഇവിടെ കൂടെയൊക്കെ നടവഴി മാത്രമല്ല, ബൈക്കുമൊക്കെ ആൾ കൊണ്ടുവരുന്നുണ്ട്. ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു ഇടമാണ് കേട്ടോ. ഇതിനകത്ത് കടകളൊക്കെ ഉണ്ട്. നമ്മൾ വാരാണസിയിലെ ഗലികളിലൂടെ നടന്ന് നമ്മളൊരു ഘട്ടിലെത്തി. ഏതൊരു ഘട്ടാണെന്ന് താഴെ ഇറങ്ങിയിട്ടേ പറയാൻ പറ്റൂ. सीधा जाओ सीधा ശാന്തമായി ഒഴുകുന്ന ഗംഗ. ഇന്നലെ ഈ വീട്ടിലേക്കൊക്കെ നമ്മൾ വന്നിരുന്നു. നടന്ന് കാണാൻ വന്നിരിക്കുകയാണ്. പകലും രാത്രിയും ഒക്കെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഗംഗ ഫുൾ ടൈം ഇവിടെ ബിസിയാണ്. വൈകുന്നേരം ആരതി കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ തീർത്ഥാടനത്തിന് വരുന്ന ആളുണ്ട്. അവർ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യില്ല. പിന്നെ രാത്രിയൊക്കെ പാർട്ടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ബോട്ടുകൾക്കുള്ളിൽ നടത്താറുണ്ട്. ബർത്ത്ഡേ പാർട്ടികളും മറ്റ് സെലിബ്രേഷൻ നടത്താറുണ്ട്. ഇതാണ് ഇന്നലെ ബോട്ടിൽ വെച്ച് നമ്മൾ കണ്ട ക്ഷേത്രം. ചരിഞ്ഞു പോയി. അതിൻ്റെ തെക്ക് വശം താഴേക്ക് ഇരുന്നു പോയി. അങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. കല്ലിലുണ്ടാക്കിയ ക്ഷേത്രമാണ്. ആളുകൾ നിറയെ വരുന്നുണ്ട്. ഇവിടെ മറ്റേ പിതാക്കന്മാർക്ക് വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടിയുള്ള എന്തൊക്കെ കർമ്മങ്ങളും പൂജകളൊക്കെ ചെയ്യാണ് ഇവിടെ കേട്ടോ. ഈ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് കാശിയിൽ വന്ന് ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യും. ഇവിടെ ഒരാളിങ്ങനെ വെള്ളം കുഴൽക്കിണറിൽ നിന്ന് അടിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ പുറത്ത് കിടക്കാൻ പോവുകയാണ്. ഏകദേശം കുറേ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. भगवान श्री रामचंद्र जी ने नदी पार करने के लिए केवल റോഡിലേക്ക് കിടക്കുകയാണ്. വന്ന സ്ഥലത്ത് തിരിച്ചെത്തി. നന്നായിട്ട് അവിടുന്ന് ഓട്ടോ കിട്ടുള്ളൂ. ഫോണിൽ ചവിട്ടി പിടിച്ച് വെച്ചേക്കാണ്, ഞെക്കി പിടിച്ച് വെച്ചേക്കണം ഫോണിൽ. ജനം ഒഴുകുകയാണ് കേട്ടോ.
വാരണാസിയിലെത്തി. അവിടെ മറ്റേന്താ കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ കണ്ട് കട്ടിലൊക്കെ പോയി. മണി ഇപ്പോൾ 11 മണിയായി. അപ്പോൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒണിയൻ ഊത്തപ്പം, പിന്നെ ചോള ഭട്ടൂര. ഇതെന്ത് കറിയാണ്? പനീർ കറി അല്ലേ? പനീർ കറി, പനീർ ബട്ടർ മസാല. ഓക്കെ, അത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാരാണസിയാണ് ശരിക്കും. വാരാണസിയോട് ബൈ പറഞ്ഞ് നമ്മൾ അയോധ്യയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വാരാണസി ടൗൺ കടന്നു, ഹൈവേയിലേക്ക് കയറി. ഇത് നേരെ അയോധ്യയ്ക്ക് പോകുന്ന റോഡാണ്. ഇത് 218 കിലോമീറ്റർ ഉണ്ട്. 4-4.25 മണിക്കൂറൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കതൊരു 5 മണിക്കൂറാവും. ഓക്കെ, നമ്മൾ യു-പിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാരണാസിയിൽ നിന്ന് യു-പിയിലെ അയോധ്യയിലേക്ക് പോണ വഴിയാണ്. നല്ല സൂപ്പർ റോഡാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. പെട്രോള് 95 രൂപ 36 പൈസയുണ്ട് ഇവിടുത്തെ പൈസ. 95, 36. ഫുൾ ടാങ്ക് അടിക്കാൻ തീരുമാനിച്ചു. പെട്രോള് കുറവായിരുന്നു. നമ്മളിപ്പോൾ അയോധ്യയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി സുൽത്താൻപൂർ വഴിയാണ് പോകുന്നത്. സുൽത്താൻപൂർ എത്തുന്നതിന് കുറച്ച് മുന്നേ സോൻപുര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ധാബയിൽ കയറി. വൃത്തിയുള്ളൊരു ധാബയാണ് കണ്ടിട്ട്. അപ്പോൾ ഫുഡ് പറഞ്ഞു. റൊട്ടി, പിന്നെ ദാൽ കറി, ആലു ഫ്രൈ, പിന്നെ ചോറ്. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് സോൻപുര എന്നാണ്. സോൻപുര. സുൽത്താൻപൂരിനും ബദലാപൂർ കഴിഞ്ഞിട്ട് സുൽത്താൻപൂർ എത്തുന്നതിന് കുറച്ച് മുന്നെയാണ്. അപ്പോൾ ഇനി അയോധ്യയ്ക്ക് ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബദലാപൂർ കഴിഞ്ഞ് സോനാപൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് സുൽത്താൻപൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ സൂപ്പർ റോഡാണ്, 6 വരി പാതയാണ്. നമുക്ക് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ കത്തിച്ച് പോകാൻ പറ്റും. അടിപൊളിയാണ്, സൂപ്പർ റോഡാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ വലത് ഭാഗത്ത് കുറച്ച് ദൂരം കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ നേപ്പാൾ ബോർഡർ വഴിയാണ് ഇങ്ങനെ പോകുന്നത്. വലത് ഭാഗത്ത് നമുക്ക് നേപ്പാളാണ്. ഇതിലെയും യു-പി വഴി നമുക്ക് നേപ്പാളിലേക്ക് കടക്കാവുന്നതാണ്. ഏകദേശം ഇന്ത്യ-നേപ്പാൾ ബോർഡറിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അയോധ്യ എത്താറായി. ഇനി ഇവിടെ നിന്നൊരു 25 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഉണ്ട് രണ്ട് സൈഡും വലിയൊരു മാർക്കറ്റാണ്. പച്ചക്കറികളും പഴങ്ങളും ഉണ്ട്. നല്ല തിരക്കുമുണ്ട്. തിരക്കുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. എല്ലാം ഉണ്ട്. വഴിയോരക്കടകളൊക്കെ ഉണ്ട്. തുണിക്കടകൾ, തുണിക്കച്ചവടം എല്ലാം ഉണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അയോധ്യയിലെ കാർ പാർക്കിംഗ് ആണ് ഇവിടെ. എത്ര നിലയുണ്ടെന്ന് നോക്കട്ടെ. 1, 2, 3, 4 നില. അപ്പോൾ നമ്മൾ അയോധ്യയിൽ വന്നു. ഇത് നമ്മളെ അമ്പലത്തിന് ഉള്ളിലേക്ക് പോകുന്ന സ്ഥലമാണ്. നല്ല തിരക്കാണ്. ഇന്ന് തിരക്ക് കുറവാണെന്നാണ് അവിടെ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത്. എന്നിട്ട് പോലും തിരക്കാണ്. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഈ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമറയും ഈവൻ കാറിൻ്റെ സെൻട്രൽ ലോക്ക്, റിമോട്ട് ലോക്ക് വരെ വാങ്ങിച്ചു വെച്ചിട്ടാണ് നമ്മൾ അവിടത്തേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 7 മണിക്കാണ് ഇവിടെ എത്തിയത്. 7 മണി തൊട്ട് 8 മണി വരെയായി. കുറേ നേരം ക്യൂ മൂവിങ് ആയിരുന്നു. എങ്കിലും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറി കണ്ടത്. ക്ഷേത്രം മൊത്തം 3 നിലയാണ്. പക്ഷേ 1 നില മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. പണി നടക്കുകയാണ്. രാത്രിയും പണി നടക്കുന്നുണ്ട്. തകൃതിയായി പണി നടക്കുന്നുണ്ട്. എത്രയും വേഗം ബാക്കി 2 നില കൂടെ പൂർത്തീകരിക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രി. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഈ നടക്കുന്ന വഴിയുടെ ഇരുവശത്തും ഇതുപോലെ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. അവിടെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അയാളുകൾ പോയി കിടക്കുകയാണല്ലോ. ഇവിടെ വന്ന ആളുകൾ അകത്ത്, ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ കാർ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇലക്ട്രിക് ബസ്സുകളുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിക് ബസ്സുകളുണ്ട്. ചെറിയ പൈസയ്ക്ക് നമുക്കിവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരാം. ആട്ടോക്കാരാണെങ്കിൽ നല്ല പൈസ വാങ്ങിക്കും നമ്മളെ. അപ്പോൾ വെയിറ്റ് ചെയ്താൽ ഈ ബസ്സിൽ കയറാം. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഇലക്ട്രിക് ബസ്സിലാണ്. 10 രൂപയേ ഉള്ളൂ. ബസ്സിലാണെങ്കിൽ 10 രൂപയേ ഉള്ളൂ. ഇവിടെ ഓട്ടോ പിടിക്കുകയാണെങ്കിൽ അവർ നല്ല പൈസ വാങ്ങിക്കും നമ്മളെ. കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താൻ 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. അത് നിന്ന് നടന്നു പോവാം. ഫുട്പാത്ത് ഉണ്ട്, നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. അത് ഈ കാണുന്ന റോഡ് എന്താണ്, അയോധ്യ ലക്നൗ റോഡാണ്. മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് പിന്നെ നമ്മുടെ കാർ പാർക്കിങ്. മുകളിൽ ഡോർമിറ്ററിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകേണ്ടത്. 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ഓട്ടോകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇലക്ട്രിക് ഓട്ടോയിലാണെങ്കിൽ നല്ല പൈസ വാങ്ങിക്കും നമ്മളെ നിന്ന്. ഒന്നുകിൽ നമുക്ക് നടന്നു പോവാം. നടന്നു പോകാനാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് നടന്നു പോവാം. അല്ലെങ്കിൽ ബസ്സിൽ പോവാം. ഇലക്ട്രിക് ബസ്സുള്ള 10 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. നമ്മൾ അങ്ങോട്ട് ഓട്ടോയിലാണ് പോയത്. തിരിച്ച് നമ്മൾ ഇലക്ട്രിക് ബസ്സിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അയോധ്യയിലാണ് താമസിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ സ്വസ്തിക വഴിയാണ് താമസിക്കുന്നത്. നല്ല ഹോട്ടലാണ്, പുതിയ ഹോട്ടലാണ്. ഈ അയോധ്യയിൽ ഒരുപാട് ഹോട്ടലുകളും ഹോം സ്റ്റേകളൊക്കെ കിട്ടും. ഇവിടെ അയോധ്യ ടെൻറ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവിടെ ഭയങ്കര റേറ്റാണ്. 12,500 രൂപയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഇന്നിവിടെയാണ് താമസം, അയോധ്യയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അയോധ്യയിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ 11ാം ദിവസമല്ലേ? ഓക്കെ, ഓടിയിരിക്കുകയാണ്. കൊള്ളാം. ഇവിടെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. താമസിക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ല.